തലസ്ഥാനത്ത് മയക്കുമരുന്ന് സംഘങ്ങൾ പിടിമുറുക്കുന്നു. കഴിഞ്ഞ 15 ദിവസങ്ങൾക്കിടെ നടന്ന 2 കൊലപാതകങ്ങൾക്ക് പിന്നിലും മയക്കുമരുന്ന് സംഘങ്ങളാണ്. ചിറയൻകീഴിൽ വിഷ്ണു കൊലപാതക കേസിലും പ്രതികൾ മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു. കരമനയിൽ അനന്തുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലും മയക്കുമരുന്ന് സംഘത്തിന് പങ്കുണ്ട്. കരമന കൊലപാതകത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ് നടപടി വൈകിയതാണ് കേസിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. സംഭവിച്ചത് വൈകുന്നേരം 5 മണിയാവും. ആ പയ്യ അതുകൊണ്ട് ആ ബേക്കറി കടയിൽ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പുറത്തേക്കായിരുന്നു. ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പയ്യന്മാർ സൈഡിൽ വന്ന് ഒരു അടി അടിച്ച് ബൈക്കിൽ പിടിച്ചിരുത്തിയിട്ട് കൊണ്ടുപോയി. അവർ കൊച്ചറൊക്കെ ഇല്ല, അവനത്ര പൊക്കമല്ലേ ഉള്ളൂ. അപ്പം അതിനിങ്ങനെ അപ്പതൊക്കെ തൂക്കിയെടുത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. വലിയ ഇഷ്യൂന്നും ആയില്ല, ചെറിയൊരു ടപ്പന ഒരു കാര്യം നടന്നു. 2 സെക്കൻഡ് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പെട്ടെന്ന് ആളെ അറിഞ്ഞുകൂടെ. പെട്ടെന്ന് ഇവിടെ വരണ പയ്യന്മാരും അല്ല അത്, അതുകൊണ്ട് നമുക്ക് മുഖപരിചയം അറിഞ്ഞുകൂടെ. ഇല്ലല്ല, ഞാൻ വേറെ ആവശ്യമായിട്ട് ഞാൻ അങ്ങ് പോയി. ഇത് കഴിഞ്ഞു പറയണം. പിന്നെ പോലീസ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉടനെ വന്നു. ഒരുപാട് ഉണ്ടായിരുന്നു വണ്ടി, ഒരുപാട് രാത്രി കുറേ 10-11 മണിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി. പോലീസ് ഒരുപാട് പോലീസ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ആരാണ് എന്തെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് പിന്നെ അത് നമുക്ക് അറിഞ്ഞില്ല. പിന്നെ കൊല്ലാണ് കൊണ്ടുപോകണമെന്ന് നടന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു, ഒരു അടിക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മരിച്ചുപോയി പയ്യനെ അടിച്ചിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഒരു ബൈക്കിൽ ബലമായിട്ട് പിടിച്ച് കയറിയിട്ട് ഒരാളും കൂടെ പുറകെ കയറിയിട്ട് കരമന ഭാഗത്തോട്ട് സ്പീഡിൽ പോകുന്നതായിട്ടാണ് കണ്ടത്. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് വളച്ച് പെട്ടെന്ന് പോകുന്നതാണ്. പെട്ടെന്നാണ് സംഭവമൊക്കെ പെട്ടെന്ന് നടന്നത്. നടന്ന സമയത്ത് വേറെ വലുതായിട്ട് ആരുമില്ല. ഇവിടെ മേളം അടിക്കുന്ന പയ്യന്മാർ മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഇങ്ങനെ അകത്തോട്ടൊക്കെ കയറുന്നത്. ഇല്ല, ഇവിടെ അവര് മരിച്ചുപോയ പയ്യൻ്റെ കൂട്ടുകാരന്മാരെ ആരാന്ന് അറിഞ്ഞോളൂ. ഈ മദ്യത്തിൻ്റെ ഇടയിൽ ചുമ്മാ എന്തെങ്കിലും സീൻ കാണിച്ചപ്പോൾ അടിച്ചതാണ്, അങ്ങനെയാണ് വിചാരിച്ചത്. അല്ല, പയ്യൻ ഇവിടെ ഡ്രിങ്ക്സ് കുടിക്കുകയായിരുന്നു കടയിൽ നിന്നത്. അപ്പം ബാക്കിയുള്ള വിശദാംശം എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. ശ്യാമാർ ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നിസ്സാരമായ പ്രശ്നത്തിനാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുന്നത്. ഇതൊക്കെ ഈ ലഹരിയുടെ പുറത്ത് ചെയ്യുന്നതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇത്രമാത്രം വ്യാപിച്ചു കഴിഞ്ഞു തലസ്ഥാനത്ത് ലഹരി മാഫിയ? തീർച്ചയായും സായികുമാർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ മാസം, അതായത് മാർച്ച് 1-നും ഇപ്പോൾ സംഭവിച്ച 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷമുള്ള കൊലപാതകങ്ങളാണ് എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. പ്രത്യേകിച്ചും നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾക്കാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ തളി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് അനന്തുവിനെ ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് അനന്തുവിൻ്റെ മൃതശരീരം കഴിഞ്ഞ ദിവസം രാവിലെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് അനന്തുവിൻ്റെ മൃതശരീരം കണ്ടെത്തിയത്. അതിക്രൂരമായിട്ടാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത്. അതായത് ആദ്യമേ 2 കൈകളിലെയും ഞരമ്പുകൾ അറുത്തുമാറ്റി ആ പൊളിഞ്ഞ കെട്ടിടത്തിൽ അനന്തുവിൻ്റെ ശരീരം അവിടെ ഇട്ട ശേഷം അതിന് ചുറ്റുമിരുന്ന് ഈ പ്രതികൾ മയക്കുമരുന്ന് അടക്കമുള്ളവ ഉപയോഗിച്ചു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ ഉപയോഗത്തിന് ഇടയ്ക്ക് തന്നെ അനന്തുവിനെ ഇവർ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ തുടർച്ചയായി അനന്തുവിനെ മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. മൃതശരീരത്തിൽ നിരവധി ഏതാണ്ട് 10-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ ആസകലം ചതഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കണ്ടെത്തിയിരിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. സൈകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങളാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത് എന്നത് അത്ഭുതത്തോടെ, ഞെട്ടലോടെ വേണം കാണാൻ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 1-ാം തീയതി നടന്നിട്ടുള്ള വിഷ്ണുവിൻ്റെ കൊലപാതകം, ചിറയൻകീഴിലെ വിഷ്ണുവിൻ്റെ കൊലപാതകം ഒരു ഫോണുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. ആ തർക്കത്തെ തുടർന്ന് 3 പേർ ചേർന്ന് വിഷ്ണുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് എന്നത് പോലീസും ഞെട്ടലോടുകൂടി തന്നെയാണ് നോക്കുന്നത്. ശ്യാം, ഇതിലിപ്പോൾ പോലീസിലെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതായത് പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇനിയും ഈ കേസിൽ പ്രതികളെ പിടികൂടാനുണ്ടോ? നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ഈ കരമന കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സായികുമാർ, മനുഷ്യാവകാശ കമ്മീഷൻ സ്വാഭാവികമായും കേസെടുക്കും. പ്രത്യേകിച്ചും ഏതാണ്ട് ഈ കുട്ടിയെ കാണാതായി, അതായത് ഈ അനന്തുവിനെ കാണാതായി ഈ ഒരു നഗര മധ്യത്തിൽ നിന്നാണ് പിടികൂടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് പരാതി ലഭിക്കുന്നു. പോലീസ് വലിയ തോതിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ അനന്തുവിൻ്റെ മൃതശരീരം കണ്ടെത്തി. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തണം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം. പോലീസ് പറയുന്നത് ഈ കേസിൽ മൊത്തം 10 പ്രതികൾ ഉണ്ടെന്നാണ്. ഇപ്പോൾ ബാലു
ലാലു റോഷൻ എന്നീ 2 പ്രതികളെ പോലീസ് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഇനി 8 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ഇവർ സംസ്ഥാനം വിട്ട് പുറത്തുപോയി എന്ന ഒരു അനുമാനം പോലീസിനുണ്ട്. പ്രതികൾ സംസ്ഥാനം വിട്ട് പുറത്തുപോയി എന്ന വിശ്വാസത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിലേക്കും ഈ കേസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 2 പ്രതികളെ ഇപ്പോൾ പിടിയിലുള്ള 2 പ്രതികളെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പോലീസ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ, അതായത് മയക്കുമരുന്ന് ലഹരിയിലാണ് ഈ കൊലപാതകം സംഭവിച്ചിട്ടുള്ളത്. ഇതിനുപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ വടി, അതുപോലെ തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്ന തേങ്ങ, അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നത്. തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഇന്ന് പുരോഗമിക്കും. ഷമാർ ബാബുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.